കയ്യിലുള്ള റേഷൻ കാർഡ് ബ്ലൂ കാർഡാണോ വൈറ്റ് കാർഡാണോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. കാരണം സംസ്ഥാന സർക്കാർ, നമ്മുടെ കേരള സർക്കാർ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പുതിയൊരു അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്ക് പ്രയോറിറ്റി, ദാറ്റ് ഈസ് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സർക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി റേഷൻ കാർഡാണ് ഈ ഒരു പിങ്ക് റേഷൻ കാർഡ് എന്ന് പറയുന്നത്. പഴയ കാലത്ത് നമ്മൾ BPL റേഷൻ കാർഡ് എന്ന് പറഞ്ഞിരുന്ന ആ കാർഡാണ് ഇപ്പോൾ PHH അഥവാ പിങ്ക് റേഷൻ കാർഡ് എന്ന് അറിയപ്പെടുന്നത്. ചെറിയ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെ ഇൻകം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞതുകൊണ്ട് പലരും APL കാറ്റഗറി ആയി പോയതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടാതെ ആയിട്ടുണ്ട്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള ഒരു സുവർണാവസരമാണിത്. സോ ഇപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വരുമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ ഒരുപാട് ഈ റേഷൻ കാർഡിന് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ തെറ്റും ശരിയുമായിട്ട് ഒരുപാട് വിവരങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ സൈറ്റ് നോക്കി വളരെ കൃത്യമായ ഡേറ്റയാണ് നിങ്ങൾക്ക് മുമ്പിൽ തരാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പിങ്ക് റേഷൻ കാർഡിന് വേണ്ടി ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും, എന്തൊക്കെ രേഖകൾ വേണം, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷ നൽകിയാൽ ഉറപ്പായും നമുക്ക് പിങ്ക് കാർഡ് ലഭിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാർഡ് നഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ ഞാൻ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ദിവസവും ഇതുപോലെയുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. സോ സമയം കളയേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് എന്തുകൊണ്ടാണ് റേഷൻ കാർഡ് ഇത്ര മാത്രം പ്രധാനപ്പെട്ട ഒരു രേഖ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായി മാറുന്നതെന്ന് നോക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകളാണ് റേഷൻ കാർഡിനെ ആശ്രയിക്കുന്നത്. ഇത് വെറും അരിയും ഗോതമ്പും വാങ്ങാനുള്ള കാർഡ് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഒരുപാട് പദ്ധതികളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് ഒരു രേഖയായിട്ട് നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ക്ഷേമ പെൻഷൻ അപേക്ഷകൾ, വിവിധ സർക്കാർ ധനസഹായ പദ്ധതികൾ, ചില സ്കോളർഷിപ്പുകൾ, സർക്കാർ സബ്സിഡികൾ, വിവിധ തിരിച്ചറിയൽ ആവശ്യങ്ങൾ, ഇവിടെയൊക്കെ നമ്മുടെ റേഷൻ കാർഡിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിലെ വിവരങ്ങളെല്ലാം കൃത്യമായിരിക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ആ ഒരു പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. കേരള സർക്കാർ ഇപ്പോൾ ചില കുടുംബങ്ങൾക്ക് നോൺ പ്രയോറിറ്റി റേഷൻ കാർഡിൽ നിന്ന് പിങ്ക് ഹൗസ് ഹോൾഡ് അഥവാ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനുള്ളൊരു അവസരവുമായി വന്നിരിക്കുകയാണ്. യെസ്, നിങ്ങൾക്ക് ഇപ്പോൾ അതിനുവേണ്ടി അപേക്ഷിക്കാം. 2026 ജൂൺ 26 തൊട്ട് ജൂലൈ 17 2026 വരെ മാത്രമാണ് നമുക്ക് ഇതിനുള്ളൊരു സമയം. ഈ സമയത്തിനുള്ള നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും പല ആളുകളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്ന് എപ്പോഴോ പണ്ടെപ്പോഴോ നമ്മൾ അറിയാതെ എന്തോ ഇംഗത്തിലുള്ള തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഭൂമി കുറച്ച് അധികം കാണിച്ചത് കൊണ്ടോ നമുക്ക് ഈ ഒരു പ്രയോറിറ്റി റേഷൻ കാർഡ് നഷ്ടപ്പെട്ടു, പല ബെനിഫിറ്റ്സും കിട്ടുന്നില്ല എന്നൊക്കെ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റ് ടൈം ആണ്. സോ നിങ്ങളും ആ കാറ്റഗറിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ്, എന്താണ് ഈ പിങ്ക് കാർഡ് നമുക്ക് നോക്കാം. പിങ്ക് റേഷൻ കാർഡ് എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി റേഷൻ കാർഡാണ്. കേന്ദ്ര സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യം ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട റേഷൻ കാർഡിൽ പെട്ട ആളുകൾക്ക് ലഭിക്കും. ഇഷ്ടമുള്ളവരൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് റേഷൻ കാർഡ് കിട്ടില്ല കേട്ടോ. ഇതിന് കുറച്ച് ക്രൈറ്റീരിയ, അതായത് കുറച്ച് മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ വരുമാനം, സാമ്പത്തിക സ്ഥിതി, സ്വത്ത്, മറ്റ് സർക്കാർ രേഖകൾ ഇവയെല്ലാം പരിശോധിച്ച ശേഷമാണ് നിങ്ങൾക്ക് പിങ്ക് കാർഡ് തരുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കാം. ആർക്കൊക്കെയാണ് ഈ ഒരു പ്രയോറിറ്റി റേഷൻ കാർഡ് അഥവാ പിങ്ക് റേഷൻ കാർഡിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? നിലവിൽ നോൺ പ്രയോറിറ്റി വിഭാഗം റേഷൻ കാർഡ് കയ്യിലുള്ളവർക്ക്, അതുപോലെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഉദാഹരണത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, അർഹതയുള്ള ദരിദ്ര കുടുംബങ്ങൾ, ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടേണ്ടവർ. എന്നാൽ അന്തിമ തീരുമാനം സിവിൽ സപ്ലൈസ് വകുപ്പ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് അപേക്ഷിച്ചാൽ എല്ലാവർക്കും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇനി എങ്ങനെ അപേക്ഷിക്കാം, ഹൗ ടു അപ്ലൈ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അപേക്ഷ നൽകാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തത് കേരള സിവിൽ സപ്ലൈസ് സിറ്റിസൺ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി, അതായത് അടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങളുടെ ഈ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ അവിടുത്തെ ജീവനക്കാരെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് പൂരിപ്പിക്കാനുള്ള ഫോംസ് ഒക്കെ നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് തരും. അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. കാരണം പിന്നീട് നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്താൽ ഓൺലൈനായിട്ട് തന്നെ അവർ പറഞ്ഞു തരും. ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ ആ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു നോക്കി നമുക്ക് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, അത് നോക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അക്ഷയ സെന്ററിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവരത് നോക്കിയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാനുവലി ഇനി ഇതിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് കയറിയാൽ മതി. അതിൽ തന്നെ നിങ്ങൾക്കറിയാം ഈ സർവീസ് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മളെ കേരള ഗവൺമെന്റിന്റെ ഒരു സൈറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് 100% വിശ്വസിച്ചിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്താൽ അതിന് മുകളിൽ നിങ്ങൾക്ക്
കാണാൻ സാധിക്കും. കാർഡ് കൺവേർഷൻ അപേക്ഷകൾ 26/6/2026 ഉച്ചയ്ക്ക് 12 മുതൽ 17/7/2026 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അതെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടൈം ലൈൻ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതിൽ കയറിയിട്ട് ഇവിടെ സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ കാണാം. ഇവിടെ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് അപ്ഡേറ്റ് എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങളൊരു പുതുതായിട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തിട്ട് അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർട്ടലിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അല്ല, നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് അവർ ചെയ്തു തരും. അതിനാൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ പ്രയോറിറ്റി റേഷൻ കാർഡിന് അർഹതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജൂലൈ 17 മുൻപ് അപേക്ഷ നൽകാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പെട്ടെന്ന് തന്നെ പോയിട്ട് ചെയ്യുക. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ കേരളത്തിൽ യെല്ലോ കാർഡ്, അതായത് AAY, അതുപോലെ പിങ്ക് കാർഡ് PHH ആൻഡ് ബ്ലൂ കാർഡ് NPS, വൈറ്റ് കാർഡ് ഇതെല്ലാം NPNS അതെല്ലാം അവൈലബിൾ ആണ്. ഇതിൽ പിങ്ക് കാർഡിന് അപേക്ഷ കൊടുക്കാൻ അല്ലെങ്കിൽ പിങ്ക് കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ കാരണം ഒരുപാട് ആളുകൾ APL റേഷൻ കാർഡിലേക്ക് മാറിയതുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ട് മീൻസ് ഇൻ ദ സെൻസ് അവർക്ക് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യം കിട്ടാതെ വരിക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഗവൺമെന്റിന്റെ സഹായം കിട്ടിയ നല്ല വലിയൊരു ഉപകാരമായിരിക്കും. അതൊക്കെ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം മാറ്റാനുള്ളൊരു സമയം തുറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ഒരു പറ്റിയ സമയമാണെന്നുള്ള ഈ ഒരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് റേഷൻ കാർഡിൽ മറ്റ് മാറ്റങ്ങളും ഇപ്പോൾ വരുത്താൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ റേഷൻ കാർഡിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ പേര് ചേർക്കാനോ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ആരെങ്കിലും ഇപ്പോൾ കല്യാണം കഴിച്ച് വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒപ്പം ഏതെങ്കിലും ആളുകൾ റിമൂവ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അഡ്രസ്സ് മാറ്റാൻ സാധിക്കും, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കാർഡിൽ മറ്റെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ തിരുത്താം. ഇപ്പം നിങ്ങൾ ഓൾറെഡി പുതിയതിന് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും റേഷൻ കാർഡിലേക്ക് മാറ്റത്തിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ അക്ഷയ കേന്ദ്രത്തിൽ പോകാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് തരാം. പിങ്ക് റേഷൻ കാർഡിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ജൂൺ 26 തൊട്ട് ജൂലൈ 17 വരെയാണ് സമയം. ഇതിനുള്ളിൽ നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല. സർക്കാരിൻ്റെ കുറച്ചൊരു ക്രൈറ്റീരിയ ലിസ്റ്റ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു റേഷൻ കാർഡിലേക്കുള്ളൊരു ഷിഫ്റ്റിംഗ് പിങ്ക് റേഷൻ കാർഡിലേക്കുള്ള മാറാനുള്ളൊരു ചാൻസ് ഉള്ളൂ. അപേക്ഷ നൽകിയതിന് ശേഷം സർക്കാർ പരിശോധിക്കും. നിലവിലെ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ എല്ലാ റേഷൻ കടകളിലും തുടരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റേഷൻ കാർഡിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് അറിയാനുള്ള ഒരു ചാൻസ് ആണ്. പലർക്കും അവസാന തീയതി അറിയാത്തത് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഇത് ഹെൽപ്പ് ആവും. അപ്പം നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ടിപ്സ്, അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്കീമുകൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാമാണ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ്, അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. സോ എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ടോപ്പിക്സ് ആണെങ്കിൽ നമ്മളത് എടുത്ത് പഠിച്ച് ഡീറ്റെയിൽ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.